ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇന്നലെ കമൻറ്റിൽ പറഞ്ഞില്ലേ വിജുകുട്ടിയേന്ന് വിളിക്കുന്നത് പ്രിയ ചേച്ചി, അതുകൊണ്ട് ഇന്നലെ കമൻറ്റ് ഇട്ടിയ വിജുകുട്ടിയേ. അയ്യോ എൻ്റെ പൊന്നോ, ഇവിടെ മഴയും പെയ്യുന്നുണ്ട്. മഴ ഒത്തിരി അങ്ങ് വലിയ മഴയല്ല. ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആണെന്നൊന്നും അറിയത്തില്ല. അടുക്കളയിൽ നിന്നിട്ട് എനിക്കങ്ങ് ഒരു മിനിറ്റ് ഇറിറ്റേഷൻ ആവും. അങ്ങ് വിയർത്ത് കുളിച്ചങ്ങ് ഈ ഒരു വല്ലാത്ത, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ നെറ്റോട് ഇട്ടേക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ കർത്താവേ, ഇവിടെ സൊസൈറ്റിയുടെ പണി നടക്കുമല്ലേ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ. അപ്പം ഇന്നെന്ന് പറയുന്നത് കിച്ചൺ സൈഡല്ല, ഈ ടോയ്ലറ്റിൻ്റെ സൈഡിൽ പൈപ്പെല്ലാം ചേഞ്ച് ചെയ്യുക. കിച്ചൻ്റെ എല്ലാം പൈപ്പ് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ചേഞ്ച് ചെയ്ത് റേച്ച് എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് അതാകെ വധമാക്കി വെച്ചേക്കുക. അതിനെ അവർ ശരിയാക്കിയിട്ട് ഒന്നുകൂടെ അത് ചെയ്യണം. കാരണം ഞാൻ അങ്ങോട്ട് എനിക്ക് പാത്രം കഴുകേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ നമ്മൾ പ്രൈവറ്റ് പ്ലംബറെ വിളിച്ച് 1 ഇഞ്ച് കൂടി ഇങ്ങനെ റേച്ചാൻ എക്സ്ട്രാ വെച്ചിട്ട് കറക്റ്റ്. കാരണം എനിക്കില്ലേ വീണത് കഴിഞ്ഞാൽ പിന്നൊക്കെ എനിക്ക് അങ്ങോട്ട് നിന്ന് ചെയ്യുമ്പോൾ നടുവിനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ട് അത്രയും ആയാതിരിക്കാൻ നമ്മൾ എക്സ്ട്രാ ഇങ്ങോട്ട് പൈപ്പിച്ചും കൂടി തിട്ടി. അപ്പം ഇവന്മാർ വന്നെന്തോ ആ പൈപ്പ് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് എന്തോ എന്നാൽ റീച്ച എനിക്ക് വീഡിയോ കോൾ ചെയ്താണ്. ഞാൻ പറഞ്ഞ റീച്ച വീഡിയോ കോൾ ചെയ്തിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല റീച്ചാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് റീച്ചാൻ ചെയ്തോട്ടില്ല. അവന്മാർ കുറേയും കൂടി ഇങ്ങോട്ടേക്ക് നീക്കി. അപ്പോൾ നമ്മൾ ഫോഴ്സിൽ വെള്ളം തുറക്കുമ്പം നമ്മുടെ ഈ ഡ്രസ്സ് മൊത്തം നനയും. ഇനി അവരെ വിളിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശരിയാക്കണമെന്ന്. അപ്പോൾ ഇന്നിവിടെ ഇതായതുകൊണ്ട് ബോറിങ്ങിൻ്റെ വെള്ളമില്ല. കിച്ചൺ സൈഡിലെ കിച്ചണി വെള്ളമുണ്ട്. ബാക്കി വെള്ളം ഇന്നലെ ഒരു വലിയ ഡ്രം ഉണ്ടായിരുന്നു, അത് പിടിച്ചു വെച്ചു. 11 മണി തൊട്ട് 7 മണി വരെ വെള്ളം വരത്തുള്ളൂ. ഒരു വെള്ളം ബാത്റൂമിലൊക്കെ വെള്ളമില്ല. എത്ര ബക്കറ്റിൽ പിടിച്ച് വെച്ചാലും നമുക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ആവത്തില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കിടക്കാൻ നോക്കണമെന്നുണ്ട്. കണ്ണിലൊരു ഇച്ചിരി അല്ല, കാരണം ഇന്നലെ റീച്ച ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. എന്നിട്ട് റീച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ റീച്ച അങ്ങ് ഉറങ്ങും. എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. നമുക്കൊരു ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഉറക്കം കിട്ടിയ ഒരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ് അതും ഉറക്കം കിട്ടിയില്ല. അപ്പോൾ ഒന്ന് കിടന്നുകൊണ്ട് എനിക്ക് കണ്ണി മയക്കം കയറി. അല്ലെങ്കിൽ അങ്ങനെ ഉച്ചയ്ക്ക് എനിക്കിങ്ങനെ ഉറക്കം വരുന്നതല്ല. മയക്കം കയറിയുണ്ട്. ഇപ്പം എൻ്റെ തൊട്ട് ഈ ജനലിൻ്റെ അവിടെ ഡ്രില്ലിൻ്റെ സൗണ്ട് പേടിച്ച് പോയെന്നുള്ള ഒരു ഡ്രില്ല് അവരുടെ ജോലിയാണ്. ഇനിയിപ്പോൾ 7:30 വെള്ളം വന്നോണ്ടേ മൊത്തം കലക്ക വെള്ളം വന്നേക്കുന്നത്. ഇനി എപ്പം നല്ല വെള്ളം ക്ലിയറായിട്ട് കുളിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊന്ന് കുളിച്ചാൽ മതി എന്നുള്ളതാണ്. അത്രയ്ക്ക് ചൂട്, നല്ല ഇടിയും മഴക്കവും എല്ലാം ഉണ്ട്. എന്നാൽ പോള് അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സൊസൈറ്റി അവിടെ പോയിക്കോ. അവിടെ ഈ ക്ലബ് ഹൗസ് ഉണ്ട്, അവിടെ ക്യാരം ബോർഡ് കളിക്കാൻ പോയിക്കുക. ഞാൻ പറഞ്ഞു ഇടി വെട്ടുന്നുണ്ട്, മഴയൊക്കെ ചാർന്നുകൊണ്ട് എളുപ്പം ഇങ്ങനെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൊച്ചൊരു വീഡിയോയാ. മാങ്ങാച്ചാർ ഇട്ടതിൻ്റെ. മാങ്ങാച്ചാറിന് ഞാൻ ഫുള്ള് വീഡിയോ എടുത്തില്ല, ആ ദിവസത്തേതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോ കുറച്ച് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അന്ന് ഈ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ വരുമ്പോൾ കുറേ സമയമാവത്തില്ലേ, അങ്ങനെ അതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പിള്ളേർ ഞങ്ങൾ എല്ലാവരും കൂടെ ഓൺലൈൻ മീറ്റിങ്ങിന് പാടിയ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ കേൾക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ. ഓക്കെ, അത് ഞാൻ പറയണോ സ്കിപ്പ് അടിക്കാമല്ലേ? നിനക്ക് ഇവിടെ എന്തോ ഒരു സ്വെല്ലിങ് പോലെ. വെണ്ടയ്ക്ക മെഴുക്കോട്ട് വെക്കണോ? മേളത്തെ ഡ്രിൽ മെഷീൻ്റെ ഇതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ചെവി തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ ഇളയ മോനും വെണ്ടയ്ക്ക മെഴുക്കോട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പ്രൈസനും ചില കാര്യങ്ങൾ അവന്മാരിങ്ങനെ കാണിക്കുന്നുണ്ടേ. സെയിം ഇവിടുത്തെ പ്രൈസൻ്റെ സ്വഭാവമാണ് അവിടുത്തെ കൊച്ചന്മാർക്കും. ഡെയിലി കൂട്ടാൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഇപ്പം മീനും അങ്ങനെയില്ല. മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതുണ്ടെങ്കിൽ പിന്നെ എന്തോരം കൂട്ടാൻ വെച്ചാൽ മീൻചാറ് കൂട്ടിയാണെന്നേലും കഴിക്കാം. അപ്പം മീൻ അങ്ങനെ ഇല്ല. വിളിച്ച് ചോദിച്ചുണ്ടേ അയല അങ്ങനെയൊന്നുമില്ല. പ്രോൺസ്, പാപ്ലേറ്റ്. എനിക്ക് ആവോലി ആയിരുന്നേലും പോട്ടെന്ന് പറയും. പാപ്ലേറ്റ് ഇവിടെ അങ്ങനെ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ അതുകൊണ്ട് കറിവെപ്പ് ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിപ്പം. അപ്പം ഞാൻ ഇതൊന്ന് അടപ്പത്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, സാവകാശം അങ്ങ് ആയിക്കോളുമല്ലേ. തീ കൂട്ടിയും കുറച്ചൊക്കെ അതിനെ അങ്ങ് നമ്മൾ ഈ ഇങ്ങനെ ഒത്തിരി തീ കൂടുകയാണെങ്കിൽ അതങ്ങ് അടുക്കി പിടിക്കും. കുറേ ഇതൊക്കെ ഇട്ടങ്ങ് ആക്കിയാൽ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്
അതിൻ്റെ ഇടയ്ക്ക് പോയി വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മാങ്ങ ചെത്തി ഉപ്പിട്ട് വെക്കണം. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അത് അച്ചാറിടണം. അപ്പോൾ ഈ ഇന്നലത്തെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം മെഴുക്കുവരട്ടി ആകുമ്പം ചപ്പാത്തിക്ക് ഇവർക്കതാവും. പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ട്, അതുകൂടെ അങ്ങ് വറക്കാമെന്ന് വെച്ച്. അപ്പം ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ പാട്ടായി കാണിക്കാൻ പോകുന്നത്. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ശത്രുഗണം ഒന്നാകാതെ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകാതെ ചെങ്കടലിൽ മുങ്ങിപ്പോ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ. വാദ്യാഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ, വാദ്യാഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ, ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ, ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ 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 ആമേൻ, ഹല്ലേലൂയ 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 ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും. ജെനിഫർ എൻ്റെ പഴയ ഒരു സബ്സ്ക്രൈബറാണ്. US അങ്ങനെ റെഗുലർ കമൻ്റ് ഇടാറില്ല, സമയം കിട്ടപ്പോഴൊക്കെ. ജോലിയൊക്കെ ചെയ്യുന്നവരല്ലേ, ജോലിക്ക് നേഴ്സാണ് അവിടെ, ഇപ്പോഴാണ് അറിഞ്ഞ നേഴ്സാണെന്നുള്ളത്. എൻ്റെ കൂടെ 2 മക്കളും, ഒരു മോളും ഒരു മോനും ഉണ്ട്. അപ്പോൾ അതിനും പറയുന്ന ജോലിയൊക്കെ ചെയ്യുമ്പം ചേച്ചിക്ക് ഒരു എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പോലെ സെയിം ഇവിടുത്തെ അവസ്ഥയാന്ന് പറയും. അപ്പോൾ എൻ്റെ അതിനും ജോലിയൊക്കെ ചെയ്യും. നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്നതും ജോലി കഴിഞ്ഞ് ഒരാൾ വന്ന് വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നതായിട്ടൊക്കെ വ്യത്യാസമില്ലേ. അമ്മക്ക് ഇച്ചിരി സാവകാശമൊക്കെ ചെയ്ത്, എന്നാലും ഹൗസ് വൈഫിന് ജോലി ഇല്ലെന്നല്ല, ഉണ്ട്, നല്ല ജോലിയുണ്ട്. അപ്പം എനിക്ക് അന്നേരം ചിരി വന്നത്, ജോലി ഫുഡ് ഉണ്ടാക്കാൻ 4 മണിക്കൂറൊക്കെ എടുക്കും, കഴിക്കാൻ 4 മിനിറ്റ് എടുക്കും. എനിക്കങ്ങ് ചിരിയും വന്നത് കേട്ടിട്ട്. അയ്യോ, എനിക്ക് നല്ല ഇങ്ങനെ ഇരിക്കുന്നെങ്കിലുമൊക്കെ എനിക്ക് നല്ല ഇതൊക്കെ ഉണ്ട് മോളെ. കുറേ നേരം നിൽക്കുമ്പോഴൊക്കെ എനിക്കും
പിന്നെ ഇപ്പോൾ ആൾക്കാർ പറയും വെയിറ്റിൻ്റെ അതാണ്. വെയിറ്റിൻ്റെ അല്ല, എൻ്റെ ഒരു കാലാണെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പിട്ട് വീണതാണ്. അപ്പോൾ അതിൽ ഒത്തിരി നേരം നമ്മളിങ്ങനെ നിൽക്കുവാണെങ്കിൽ അവിടെ അങ്ങ് വെള്ളം കെട്ടിക്കുന്ന ഇച്ചിരി സ്വെല്ലിങ് പോലെ ആവും. അപ്പോൾ എനിക്ക് ഭയങ്കര അതെനിക്ക് പണ്ടൊക്കെ തറയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. എനിക്ക് ഇപ്പം നമ്മൾ തറയിലൊന്നും എനിക്ക് ഇരിക്കാക്കത്തില്ല. ആ ഒരു കാല് ഡോക്ടർ പറഞ്ഞത് സ്റ്റെപ്പൊന്നും കയറൽ സ്റ്റെപ്പൊന്നും കയറൽ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. അപ്പം അതിൻ്റെ ആ ഒരു കാല് മടങ്ങത്തില്ല. നമ്മളിതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മളത് അയ്യോ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നാൽ എനിക്ക് ഇത്രയും ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇരുന്ന് പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമൻറ്റ് കണ്ടാണ് എനിക്ക് ഫുഡിൻ്റെ കാര്യം കണ്ടാൽ എനിക്ക് ചിരിയും വന്ന്. ശരിയാ, നമ്മൾ എത്ര മണിക്കൂർ എടുത്താൽ അന്നേരം ഞാനും ചിന്തിച്ച് ശരിയല്ലേ, നമ്മൾ ഒരു കറി ഒരു തോരനും ചോറൊക്കെ ആണെങ്കിൽ എത്ര മണിക്കൂർ എടുത്താൽ വെക്കുന്നത്, കഴിക്കാൻ നേരം എത്ര സമയം എടുക്കും കഴിക്കാനായിട്ട്. ഓക്കെ മോളെ, ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ, പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ. പിന്നെ ഞാൻ ഉണക്കമീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി മസാലയൊക്കെ പുരട്ടി. അവന്മാർ നാട്ടി വെച്ച് നന്നായി കൂട്ടി ഇവിടെ ഓരോന്നൊക്കെ തിന്നുന്നുള്ളൂ. പിന്നെ ഞാൻ വൈകിട്ട് മാങ്ങ അച്ചാറിട്ടു. അപ്പം ഞാൻ ഇനിയും നാളെ കാണിക്കാം. ഇപ്പം ഇട്ട സ്റ്റേജാണ് ഈ കാണിക്കുന്നത്. അപ്പം രാത്രി ആയപ്പോഴത്തേക്കിനൊക്കെ ഇതായി സെറ്റായി. അപ്പോൾ ആർക്കെങ്കിലും മാങ്ങ അച്ചാർ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടോ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.